ഹലോ, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്നൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും അതിനുള്ള തയ്യാറെടുപ്പിലാണ്. മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. എനിക്ക് നേരത്തെ കഴിഞ്ഞ കാരണം തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. പിള്ളേര് എല്ലാവരും എത്തി. എല്ലാവരും ഇത് ഭയങ്കര മേക്കപ്പിലാണ്. ഞങ്ങളെ മോടി കണ്ടിട്ട് ഇതൊക്കെ കുട്ടിക്ക് വൈകിട്ടുണ്ടായിരുന്നല്ലോ. അത് ശരി. അങ്ങനെ ഞങ്ങൾ റെഡി അവരൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ 2 വണ്ടി വിളിച്ചിട്ടുണ്ട്, 2 വെള്ളിമൂങ്ങ. അപ്പോൾ ഒരു 6 ആൾ ഒരു വെള്ളിമൂങ്ങിൽ, 6 ആൾ ഒരു വെള്ളിമൂങ്ങിൽ, അങ്ങനെ 2 വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ റെഡിയായി പോവുകയാണ് ഗൈസ്, പോവുകയാണ്. നമ്മൾ ചാലിശ്ശേരിയിലെ ദേശീയ സരസ് മേളയിലാണെന്ന് ഞങ്ങൾക്ക് പ്രോഗ്രാം ഉള്ളത്. അവിടെ ഒരു സ്റ്റേജ് കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഞങ്ങളുടെ മെമ്പർ ബിന്ദു ചേച്ചിക്ക് ഇതിലൊരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് കാണാട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ വണ്ടിയിൽ നമ്മുടെ കിച്ചു, ഹരിപ്രിയ, അമ്മ, കുഞ്ഞു, മാളു, അങ്ങനെ ഞങ്ങളെ കുറച്ച് ആൾക്കാരായിരുന്നു. മറ്റുള്ള വണ്ടിയിലാണ് ബാക്കിയുള്ളവർ കയറിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ ചാലിശ്ശേരി സരസ് മേളയിലെത്തി. ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. റിപ്പോർട്ടൊക്കെ ചെയ്തു. സമയം കുറച്ചും കൂടി ടൈമുണ്ട്, 3 മണിക്കാണ്. അപ്പം അതുവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. അതിൽ കൂടെ പോകാൻ സ്ഥലമില്ല. ഞങ്ങളൊരു 12 മണി ടൈമിലൊക്കെയാണ് അവിടെ എത്തിയത്. അവിടെ എത്തിയപ്പോഴാണ് പറഞ്ഞത് അവർ 4 മണി 3 മണിയൊക്കെ ആവും പ്രോഗ്രാമിന്. അപ്പോൾ ഏതായാലും ടൈമുണ്ട്. ആ ടൈമുള്ളതുകൊണ്ട് നമ്മൾ അതിനുള്ളിലൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. ഒരുപാട് സാധനങ്ങൾ കാണാൻ കേട്ടോ. പല രാജ്യത്തു നിന്നാണ് ആൾക്കാർ വന്നിട്ട് അവിടെ സാധനങ്ങൾ വിൽക്കുന്നത്. പല പല സാധനങ്ങൾ, ഗുജറാത്ത്, തമിഴ്നാട്, കർണാടക, തമിഴ്, അങ്ങനെ കുറേ സ്ഥലത്തു നിന്ന് ആൾക്കാർ വന്നിട്ട് പല പല സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കാണാട്ടോ. എടി സമയമുണ്ടല്ലോ ഇഷ്ടം പോലെ. ഷർട്ടുകളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ഉണ്ട്. അമ്മേന്റെ ബാഗില്ല കയ്യില്. എന്റെ ഉണ്ട്. ഒന്നുമില്ല. നമ്മുടെ കൈ പിടിക്കും. വേണമെങ്കിൽ ഒപ്പം പൊക്കം എന്തെങ്കിലും മേടിക്കണമെങ്കിൽ. കുട്ടി വീഡിയോയിൽ വിടാനാ. വീഡിയോ എടുക്കുക. നോ ഞാൻ പഠിച്ചു. ഞാൻ ഇളകാനൊന്നും പാടില്ല. ഞാൻ പിടിച്ചതാ. കുട്ടി ഇങ്ങനെ കണ്ടോ? നിങ്ങൾ പെട്ടില്ലേ വീഡിയോയില്? അതിപ്പോ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടാ. ശരിക്കും പോലെ ഒട്ടും കുഞ്ഞു പിടിക്കല ഇളകി കഴിഞ്ഞാൽ എന്നെ പറഞ്ഞ് കേൾക്കാതെ തട്ടിയെടുത്തതാ. എനിക്ക് ഇങ്ങനെ നോക്കി പോകുന്ന ഇഷ്ടമല്ല കേട്ടാ. അപ്പൊ നമ്മൾ ഇന്ന് എവിടെയാണ് വന്നിരിക്കുന്നത്? സരസമേള. നമ്മുടെ പരിപാടി എപ്പോഴാണ്?
അപ്പൊ നമ്മളെങ്ങോട്ടാ പോകുന്നേ? അതെ എല്ലാരും വിചാരം അതന്നെ പറഞ്ഞത്. ലാസ്റ്റ് കോളേജ് അമ്മേ ചട്ടി ചട്ടി ഈ സാധനം ഞാൻ കൊറേ മേടിക്കണം വിചാരിക്കണം. പക്ഷെ ഇപ്പൊ മേടിച്ചൊന്നും അതല്ല അതല്ല അപ്പുറത്ത് അവിടെയാണോ? അപ്പൊ ഇവിടെ അല്ലേ ചേട്ടാ? വേണ്ട കേട്ടോ. ആ ചേട്ടാ ഓരോ നടക്കാണ്ടിട്ടോ ഗൈസ്. നമ്മൾ ഇങ്ങനെ പോണു അങ്ങനെ വരുന്നു, അങ്ങനെ പോണു ഇങ്ങനെ വരുന്നു. ക്ഷീണിച്ചു. കുട്ടി എന്താ കുട്ടി മുണ്ട ഇതൊക്കെ ഞാൻ കിട്ടും. വെരി ഗുഡ്. അവരവിടെ ശരിയാവില്ലോടോ. അച്ചാർ ചോദിച്ചാലും അവര് കുറച്ച് അടിപൊളി ഫുഡ് ഉണ്ട്. നല്ല മണം ഉണ്ടായിട്ടോടെ. കുഞ്ഞാട് നിൽക്കേ ആലോചിച്ചില്ലേ? ചോറുണ്ട്. ചോറുകൂടി കഴിച്ചിട്ടില്ല കേട്ടോ. പരിപാടി ഉണ്ടായിരുന്നാ? ഇല്ല ഉണ്ട്. 3 മണിക്കാ. 3 മണിക്കാ? നമ്മൾ ചോറ് കഴിക്കാനാണ് ഇങ്ങനെ നടന്നു വരുന്നത്. നമ്മളെ കൂട്ടാതെ ടേസ്റ്റ് നോക്കുക. വിടില്ല വിടില്ല വിടില്ല. ഞങ്ങൾക്ക് മാത്രം തരാം. അത് നിങ്ങൾ ടേസ്റ്റ് നോക്കല്ലേ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ വരുന്നവരെല്ലാവരും ഇവിടെ വന്നിട്ട് അച്ചാറല്ലേ, അച്ചാർ മേടിക്കണേ. താങ്ക് യു. എനിക്ക് ഏത് വേണോടാ? മാങ്ങ എടുക്കട്ടെ. ഒരു മാങ്ങ എടുത്തേ ചേച്ചി. എടുത്തേ. പേരില്ല. ഏതാ മേടിച്ചമ്മ? മാങ്ങയ്ക്ക് 100 രൂപ. ടീച്ചർ എന്താ വീഡിയോക്ക് വരാത്തത്? കോവയ്ക്ക എടുക്കട്ടെ. നമ്മുടെ കുഞ്ഞിന്റെ ടീച്ചർ അല്ലേ? കുഞ്ഞ് മിക്സഡ് എടുക്കുന്ന ഇങ്ങനെ അടിച്ചു പൊളിക്കുകയല്ലേ. അല്ല പിന്നെ അതല്ലേ പ്രതികരണേ. അപ്പൊ ഇത് കാണാനും കുറെ ഉണ്ടാവും. ഇല്ല ഇല്ല 3 മണിക്കാന്ന് പറഞ്ഞു. ഞങ്ങളെ ലുക്ക് കണ്ടിട്ട് എല്ലാവരും വിചാരിക്കാണ് വലിയ സംഭവമാണെന്ന്. ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങളെ കഴിഞ്ഞു എന്നൊക്കെ പറയുന്നു. ഹായ് നല്ല അടിപൊളി ബേബികളുണ്ടോ. നല്ല ഭംഗിയുണ്ട്. എനിക്കിത് ഇഷ്ടമായിട്ടോ. നല്ല രസമുണ്ട്.
പ്രധാന വാർത്തകൾ വായിക്കുന്നത് ആതിര മണികണ്ഠൻ കോക്കാട്. ഇന്നത്തെ പ്രധാന വാർത്ത നമ്മുടെ ചാലിശ്ശേരി സരസമേളയിൽ ഇന്ന് നല്ല പൊളപ്പൻ ഡാൻസ് ഉണ്ട്. കോക്കാട്. അപ്പൊ എല്ലാവരും കാണാൻ വരിക. ഈ കളി മാത്രം ഞങ്ങൾക്ക് ഇനിയും കളികൾ ഉണ്ടാവട്ടെ എന്ന് എല്ലാവരും മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുക. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്കാണ് വന്നത്. ഇവിടെ വന്ന പിന്നെ നോക്കണ്ട പലതരം ഫുഡുകൾ നമ്മൾ അവിടെ കണ്ടില്ലേ, പലതരം സാധനങ്ങൾ പല സ്ഥലത്തു നിന്നുള്ളത്. അതുപോലെ തന്നെ പല സ്ഥലത്തു നിന്നുള്ള വിഭവങ്ങളാണ് ഇവിടെ. കേരള, തമിഴ്നാട്, പഞ്ചാബ്, ഗോവ, പിന്നെ അങ്ങനെ പല 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 സാധനങ്ങൾ, പലതരം ടേസ്റ്റുള്ള സാധനങ്ങൾ. ഞാനും ആളും കൂടി ഒരു ബിരിയാണി മേടിച്ചിട്ട് 2 പേരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചിട്ടാണ്. വേറെ ഒന്നും നല്ല റേറ്റ് ഉണ്ട് അവിടെ. അങ്ങനെ അതും കഴിച്ചു. പിന്നെ ഫുഡ് കഴിച്ച് എൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് മയക്കൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഡാൻസ് മാത്രമല്ല പാട്ടും കൂടി ഞങ്ങൾക്ക് അറിയാമെന്നുള്ളത് ഞങ്ങൾ അറിയിച്ചു കൊടുക്കുകയാണ്. എന്തോ ഭാഗ്യം അവിടെ വന്നവരൊന്നും ഓടിയില്ല. അവിടെ ഇപ്പോൾ ഒരിഞ്ഞ ഗാനമേള വന്നിട്ടാണ്. പിന്നെ അപ്പോൾ തന്നെ നമ്മുടെ മെമ്പർ ബിന്ദുവേച്ചി വന്നു. ഞങ്ങൾക്ക് ഇങ്ങനൊരു സ്റ്റേജ് ഒരുക്കി തന്നത് നമ്മുടെ ബിന്ദുവേച്ചി കേട്ടോ. അതിന് ബിന്ദുവേച്ചിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളുടെ വക നന്ദിയുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെന്താ പിന്നെ അങ്ങനെ നമ്മുടെ ഡാൻസിനുള്ള തയ്യാറെടുപ്പുകളാണ് കേട്ടോ ഗൈസ്. കാരണം നമുക്ക് ടൈമായി. അപ്പം നമുക്കിനി സ്റ്റേജിൽ കാണാനുള്ള നേരമായിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് മേക്കപ്പൊക്കെ ചെയ്യണം. മേക്കപ്പ് ഇതൊന്നും കാര്യമില്ല, ഭയങ്കര വെയിലായിരുന്നു. ഒക്കെ കറുത്ത് പൊട്ടിയിട്ടതൊക്കെ പോയി. ആ ഒരു വിഷമം മാത്രമായിരുന്നു. അങ്ങനെ നമ്മളെ പ്രോഗ്രാം ഇവിടെ തുടങ്ങി. ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഒന്ന് കണ്ടാലോ? അതികുലമന്ത്രം പൊരുളേ എന്റെ ഗണപതി ഭഗവാനേ, അഖിലയിൽ നിറവകയും പിന്നെ നാളികരം നിലവിളക്കും വെള്ളവിലും ചന്ദനവും കർപ്പൂരം രക്ഷിപ്പോകും തുളസി ചെമ്പരത്തി പിച്ചകം വെള്ളവിലും ചന്ദനവും കർപ്പൂരം രക്ഷിപ്പോകും തുളസി ചെമ്പരത്തി പിച്ചകം അൻപനും നിൻ തുമ്പി കൈയാൽ വിഘ്നമെല്ലാം തീർത്തിടേണം അൻപനും നിൻ തുമ്പി കൈയാൽ വിഘ്നമെല്ലാം തീർത്തിടേണം അതികുലമന്ത്രം പൊരുളേ എന്റെ ഗണപതി ഭഗവാനേ അഖിലയിൽ നിറമറയും പിന്നെ നാളികേരം നിലവിളക്കും. അങ്ങനെ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ വ്ളോഗർ വിസ്മയനെ കണ്ടേട്ടാ. പിന്നെ ഒന്നും നോക്കില്ല, അങ്ങോട്ട് ഓടിപ്പാഞ്ഞാണ്ട് പോയി. പിന്നെ ഞങ്ങൾ കുറേ സംസാരിച്ചു. എന്താ പറയുക, നല്ലൊരു സന്തോഷമായി. അവർക്കൊരു സന്തോഷമായി, ഞങ്ങൾക്കൊരു സന്തോഷമായി. പിന്നെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു. അവർ ഞങ്ങളെ വീഡിയോ ഒക്കെ എടുത്തു തന്നു കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളെന്താ വീട്ടിൽ പോവാത്തതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഞങ്ങൾ പോയില്ല, വേറെ എന്താ, ഇന്ന് നമ്മുടെ നവ്യതായർ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ നവ്യ ചേച്ചീനെ കാണണ്ടേ. ഇവിടെ വരെ വന്നിട്ട് പിന്നെ കാണാതെ പോകുമ്പോൾ മോശമല്ലേ. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ, ഞങ്ങൾക്ക് പ്രോഗ്രാമുള്ള കാരണം കൊണ്ട് ആ സ്റ്റേജിൻ്റെ മുന്നിലുള്ള സീറ്റുകളൊക്കെ നല്ല ഒഴിവായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ സ്ഥലം പിടിച്ച് വെച്ചുട്ടാ. അപ്പോൾ നമ്മൾ നവ്യ ചേച്ചീനെ നേരിട്ട് കാണാൻ ഇതാണ് നമ്മുടെ മെയിൻ സ്റ്റേജ്. ഇവിടെയാണ് നമ്മളെ സെലിബ്രിറ്റികളൊക്കെ വരുന്നത്. ഇന്ന് വരുന്നത് നമ്മുടെ നവ്യ ചേച്ചി, പിന്നെ നമ്മൾ പിറ്റേ ദിവസം റിമി ടോമി, അങ്ങനെ കുറേ പേര് വരുന്നുണ്ട്. പിന്നെ അപ്പോഴത്തേനും ഒരു വീഡിയോഗ്രാഫർ വന്ന് ഞങ്ങളെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് എന്താ ചെയ്യുക, ഞങ്ങൾ ഭയങ്കര ഫേമസ് ആയിന്നേ. പിന്നെ 2-3 വീഡിയോഗ്രാഫർമാർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോസ്. അപ്പോൾ ഞങ്ങൾക്ക് അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. അവർ വന്ന് ഞങ്ങളുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി, കാരണം ഞങ്ങൾക്ക് വീഡിയോസ് കിട്ടുമല്ലോ. അപ്പോൾ സന്തോഷമായി. അപ്പോൾ പിന്നെന്താ,
പിന്നെ ഇതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ നവ്യ ചേച്ചീനെ കാത്തിരിക്കണ നേരമാണ് ഇത്. അതിനുള്ളിലാണ് ഈ ഒരു ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെ ഒരുപാട് ഇതുണ്ട് കേട്ടോ, നമ്മളെ കുട്ടികൾ കളിക്കാനുള്ള യന്ത്രൂഞ്ഞാൽ, അങ്ങനെ കുട്ടികൾ കളിക്കാനുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല, ഇല്ലെങ്കിൽ ഞങ്ങൾ അതിലും കൂടി കയറി നിറങ്ങിയിരുന്നു. പക്ഷേ ഓപ്പൺ ആവാത്ത കാരണം കൊണ്ട് അവർ രക്ഷപ്പെട്ടു, ഞങ്ങളുടെ കയ്യിൽ പൈസയും പോയില്ല. ഞങ്ങൾ അതിലൊക്കെ കയറണം വെച്ചിട്ടാണ് വന്നത്, പക്ഷെ പറ്റിയില്ല. പിന്നെ നമ്മൾ നവ്യ ചേച്ചീനെ വരേണ്ട ടൈമായി. അപ്പോൾ ഞങ്ങൾ വേഗം പോയി ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ പോയിരുന്നു കേട്ടോ. അപ്പം വന്ന് സ്ഥലം പിടിച്ചത് എന്തുകൊണ്ട് നന്നായി എന്ന് വരെ ഞങ്ങൾക്ക് തോന്നി. കാരണം എൻ്റെ പൊന്നും, അത് കഴിയുമ്പോഴേക്കും ഒരുപാട് ആൾക്കാരാട്ടോ, ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ നേരത്തെ വന്ന് സ്ഥലം പിടിച്ച കാരണം ഞങ്ങൾ രക്ഷപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ നവ്യ ചേച്ചിയുടെ അടുത്ത് നിന്ന് തന്നെ കണ്ടു. നല്ല സന്തോഷമായി. ഞങ്ങൾ കുറച്ചൊരു ഡാൻസ് കണ്ടിട്ടാണ് പിന്നെ പോകുന്നത്. അങ്ങനെ ഇന്നത്തെ കോട്ട കഴിഞ്ഞു. കാരണം എല്ലാവരും ക്ഷീണിച്ചു, ആർക്കും വീഡിയോയ്ക്ക് തന്നെ പോസ്റ്റ് ചെയ്യാൻ പോലും നേരമില്ല. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.